ഹായ് ഫ്രണ്ട്സ്, 450 വർഷം ഒരാളെ കോടതി ശിക്ഷിക്കണമെങ്കിൽ അയാൾ എത്രത്തോളം വലിയ ക്രിമിനൽ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? പോലീസുകാരെ പോലും വിഡ്ഢികളാക്കി സ്വയം മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആ കൊടും കുറ്റവാളിയുടെ പേരാണ് നിക്കോ ജെൻകിൻസ്. 2013 ഓഗസ്റ്റ് മാസത്തിൽ അമേരിക്കയിലുള്ള ഒമാഹയിൽ നിക്കോ ജെൻകിൻസ് ഒരു മാസത്തിനുള്ളിൽ 4 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത പോലീസുകാർക്ക് നിക്ക് പറഞ്ഞ മറുപടി കേട്ട് ഞെട്ടിപ്പോയി. ഈ 4 കൊലപാതകങ്ങളും ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് ഒരു വോയിസ് ആണെന്നും അത് ഈജിപ്ഷ്യൻ സ്നേക്ക് ഗോഡ് അപ്പോപീസ് ആണെന്നാണ് നിക്കോ ജെൻകിൻസ് പറഞ്ഞത്. ഫാക്ട്സ് എക്സ്പ്രസ് മലയാളം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലോകത്തിലെ ഒരു പോലീസിനും ഒരു കോടതിക്കും ഇന്നേ വരെ പിടികിട്ടാത്ത ഒരു മനുഷ്യനാണ് നിക്കോ ജെൻകിൻസ്. എന്തിനാണ് ഇയാൾ 4 കൊലപാതകങ്ങൾ നടത്തിയതെന്നും അതിനാരാണ് നിക്കോയെ സഹായിച്ചതെന്നുമെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ പറയും. അതിനു മുമ്പ് നിക്കോ ജെൻകിൻസ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1986 അമേരിക്കയിലാണ് നിക്കോ ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ വളരെ വയലന്റ് ആയിട്ടുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു നിക്കോയുടെ കുടുംബാംഗങ്ങൾ എപ്പോഴും വഴക്കിടുന്നത് കണ്ടാണ് അവൻ വളർന്നത്. നിക്കോയുടെ അച്ഛനും അമ്മയും നിരവധി കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനലുകളൊക്കെ ആയിരുന്നു. മാത്രമല്ല, നിക്കോയുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള 5 സഹോദരിമാരും നിരവധി കുറ്റങ്ങൾക്ക് ജയിലിൽ പോയിട്ടുള്ളവരാണ്. ഇവരുടെ മുഴുവൻ കുടുംബവും ഇതിനോടകം 600-ൽ പരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതായിട്ട് പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഒരു ലോഡഡ് ഗണ്ണുമായിട്ട് സ്കൂളിൽ പോയ വ്യക്തിയാണ് നിക്കോ. ഭാഗ്യത്തിന് അന്ന് അവൻ ആരെയും കൊലപ്പെടുത്തിയില്ല കേട്ടോ. ഈ സംഭവത്തോടു കൂടി നിക്കോ 7-ാമത്തെ വയസ്സിൽ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി മാറി. 13-ാമത്തെ വയസ്സ് മുതൽ നിക്കോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ചെറിയ ചെറിയ കുറ്റങ്ങളിൽ നിന്നും ആരംഭിച്ച് കത്തി കാട്ടി ഭീഷണിപ്പെടുത്താനും പരിക്കേൽപ്പിക്കാനും ഒക്കെ തുടങ്ങി. 2003-ൽ 2 വാഹനങ്ങൾ മോഷ്ടിച്ചപ്പോൾ നിക്കോ പോലീസിന്റെ പിടിയിലായി. ജയിലിൽ കിടന്ന് നിക്കോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ട് നിക്കോയ്ക്ക് 18 വയസ്സ് പൂർത്തിയായ സമയത്ത് ശിക്ഷ ഇരട്ടിയാക്കി മാറ്റി. കോടതി നിക്കോയെ 21 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. എന്നാൽ 2013-ൽ നിക്കോ ശിക്ഷയിൽ ഇളവ് കിട്ടി പുറത്തിറങ്ങി. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർ നല്ല നടപ്പാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമായിരുന്നു. ആ തന്ത്രമാണ് നിക്കോയും പരീക്ഷിച്ചത്. ജയിലിൽ നിക്കോ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അങ്ങനെയാണ് നിക്കോയുടെ ശിക്ഷ കുറഞ്ഞു കിട്ടിയത്. എന്നാൽ അതൊരു വലിയ അബദ്ധമായിരുന്നുവെന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. സാധാരണയായിട്ട് പലരും ജയിലിലൊക്കെ പോയാൽ ഒന്നെങ്കിൽ നന്നാകും, അല്ലെങ്കിൽ കൂടുതൽ മോശക്കാരനാകും. നിക്കോ 2-ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. തന്നെ കണ്ട പേടി തോന്നുന്ന തരത്തിൽ മുഖം മുഴുവൻ നിക്കോ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. നിക്കോയുടെ കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുന്നത് ഇവിടം മുതലാണ്. 2013 ഓഗസ്റ്റ് 11 രാവിലെ 5 മണിക്ക് ഒരു വാഹനത്തിന്റെ ഉള്ളിൽ 2 പേര് കൊല ചെയ്യപ്പെട്ടതായി പോലീസ് കണ്ടെത്തി. ആ 2 പേരും തലയിൽ വെടിയേറ്റാണ് മരിച്ചത്. ഇത് കഴിഞ്ഞ് 8 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഓഗസ്റ്റ് 19 രാവിലെ 7 മണിക്ക് ഇതുപോലെ തലയിൽ വെടിയേറ്റ് മറ്റൊരാളും കൊല്ലപ്പെട്ടിരുന്നു. ഈ 3 കൊലപാതകങ്ങളും ചെയ്തത് നിക്കോ ആയിരുന്നു. എന്നാൽ നിക്കോ ഒറ്റയ്ക്കായിരുന്നില്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. നിക്കോയുടെ സഹോദരി ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ നിക്കോയെ സഹായിച്ചിരുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇവർ വിക്ടിമിന്റെ പക്കൽ ഉണ്ടായിരുന്ന പണമെല്ലാം മോഷ്ടിച്ചിരുന്നു. 3-ാമത്തെ വിക്ടിം ജയിലിൽ നിക്കോയോടൊപ്പം ഉണ്ടായിരുന്ന കർട്ടിസ് ബ്രാഡ്ഫോർഡ് എന്ന ആളായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് ഒരു പുതിയ മോഷണം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ എന്തോ ഒരു പ്രശ്നത്തിനിടയിൽ നിക്കോയുടെ സഹോദരി കർട്ടിസ് ബ്രാഡ്ഫോർഡിന്റെ മുതുകിൽ വെടിവെക്കുകയായിരുന്നു. അതിനുശേഷം നിക്കോ അയാളുടെ തലയിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൊലപാതകങ്ങൾ അവിടെ അവസാനിച്ചില്ല. 33 വയസ്സുള്ള ആൻഡ്രിയ ക്രുഗർ എന്ന യുവതിയായിരുന്നു ഇവരുടെ അവസാനത്തെ ടാർഗറ്റ്. ഓഗസ്റ്റ് 21 രാവിലെ 2 മണിക്ക് ഒരു വെടിവെച്ച കേട്ടതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു. പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ റോഡിൽ ആൻഡ്രിയ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. 3 മക്കളുടെ അമ്മയായിട്ടുള്ള ആൻഡ്രിയ തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ സമയത്ത് ആൻഡ്രിയയുടെ കാറ് നിക്കോയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ആൻഡ്രിയയെ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്നെ ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആൻഡ്രിയ കാറിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷേ അത് കേൾക്കാതെ നിക്കോ ആൻഡ്രിയ വെടിവെച്ച ശേഷം അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഈ കൊലപാതകങ്ങൾക്കെല്ലാം ശേഷം ഓഗസ്റ്റ് 30 പോലീസ് നിക്കോയെ അറസ്റ്റ് ചെയ്തു. എന്നാലുണ്ടല്ലോ, ഈ കൊലപാതകങ്ങൾക്കൊന്നും ആയിരുന്നില്ല നിക്കോയെ അറസ്റ്റ് ചെയ്തത്. നിക്കോയുടെ മുൻ കാമുകി നിക്കോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട് പോലീസിനോട് പരാതിപ്പെട്ടിരുന്നു. കൂടാതെ തന്റെ അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാമുകി ആരോപിച്ചിരുന്നു. ഈ കുറ്റത്തിനാണ് പോലീസ് നിക്കോയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ അറസ്റ്റോട് കൂടി നിക്കോയ്ക്കെതിരെ ധാരാളം തെളിവുകൾ പോലീസിന് ലഭിച്ചു. നിക്കോ തന്റെ സഹോദരിയോടൊപ്പം
ഒരു ഗൺ ഷോപ്പിൽ നിന്നും തോക്ക് വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ഈ കാലയളവിൽ അവിടെ നടന്ന മറ്റു 4 കൊലപാതകങ്ങൾക്കും ഈ തോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും പോലീസിന് മനസ്സിലായി. തുടർന്ന് പോലീസുകാർ നിക്കോയെ ചോദ്യം ചെയ്തപ്പോൾ ഈ കൊലപാതകങ്ങളെല്ലാം തന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് നിക്കോ വെളിപ്പെടുത്തി. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നഗരത്തിൽ നടന്ന 4 കൊലപാതകങ്ങൾ നടത്തിയത് താനാണെന്ന് നിക്കോ സമ്മതിച്ചത്. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി നിക്കോ പറഞ്ഞു. അപ്പോബീസ് എന്ന ഈജിപ്ഷ്യൻ ഗോഡ് തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്ന് നിക്കോ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ പോലും തന്നോട് അത് സംസാരിക്കുന്നുണ്ടെന്ന് നിക്കോ പറഞ്ഞു. ഗോഡ് ഓഫ് ഡാർക്ക്നെസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാമ്പാണ് അപ്പോബീസ്. പുരാതന ഈജിപ്ഷ്യൻ മതത്തിൽ സൂര്യദേവനായിട്ടുള്ള റായുടെ ശത്രുവായ മഹാസർപ്പമാണ് അപ്പോബീസ്. 2 മാസങ്ങൾക്ക് ശേഷം നിക്കോ താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ ഒരു ന്യൂസ് പേപ്പറിന് കത്തെഴുതി. താൻ കൊലപ്പെടുത്തിയവരുടെ ഫാമിലിക്ക് ധാരാളം സഹായം ചെയ്യാനും താൻ ചെയ്തത് തെറ്റാണെന്നും ഏതോ ഒരു ശക്തിയാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നും അതുകൊണ്ട് തനിക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണമെന്നും നിക്കോ കത്തിൽ എഴുതിയിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിക്കോയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്ക് തോന്നാം. നിക്കോ പറയുന്നത് സത്യമാണോ എന്നറിയാൻ നിക്കോ ചെയ്യുന്നതെല്ലാം വ്യക്തമായി നിരീക്ഷിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകി. എന്നാൽ നിക്കോയെ പരിശോധിച്ച സൈക്യാട്രിസ്റ്റിന് നിക്കോയ്ക്ക് യാതൊരു മാനസിക പ്രശ്നവുമില്ല എന്നും ഇതെല്ലാം നിക്കോ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണെന്നും ബോധ്യപ്പെട്ടു. എന്തൊക്കെയോ വോയിസ് കേൾക്കുന്നുണ്ട് എന്ന് നിക്കോ കള്ളം പറയുകയാണെന്നും നിക്കോ ഒരു സോഷ്യോപാത്താണെന്നും ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും നൽകാനില്ല എന്നും സൈക്യാട്രിസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ അവസാനം വരെയും താൻ ആ വോയിസ് അനുസരിച്ചാണ് എല്ലാം ചെയ്തത് എന്നാണ് നിക്കോ പറഞ്ഞുകൊണ്ടിരുന്നത്. വിചാരണ വേളയിലും വളരെ വ്യത്യസ്തമായിട്ടാണ് നിക്കോ പെരുമാറിയത്. ഇടയ്ക്ക് ചിരിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചേഷ്ടകളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. തന്റെ നെറ്റിയിൽ ബ്ലേഡ് കൊണ്ട് 666 എന്ന് നിക്കോ എഴുതാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് കണ്ണാടിയിൽ നോക്കി എഴുതിയത് കൊണ്ട് 999 എന്നായി പോയി. കൂടാതെ തന്റെ മുഖം മുഴുവൻ സാത്താൻ എന്ന് എഴുതുകയും ചെയ്തു. മാത്രമല്ല നിക്കോ തന്റെ നാക്ക് പാമ്പിന്റെ നാക്ക് പോലെ 2ആയി മുറിക്കുകയും ചെയ്തു. ഒരു റേസർ ബ്ലേഡ് ഉപയോഗിച്ചാണ് നിക്കോ ഇതെല്ലാം ചെയ്തത്. എന്നാൽ ആ ബ്ലേഡ് എവിടെ നിന്നാണ് നിക്കോയ്ക്ക് കിട്ടിയത് എന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. നല്ല ബോധമുള്ള ആരും ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യില്ലെന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയപ്പോൾ ജഡ്ജി പോലീസുകാരെ വിളിച്ചു കൂട്ടി. നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നപ്പോൾ നിക്കോയുടെ കയ്യിൽ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. എന്നാൽ അവർക്ക് ഒന്നും അറിയാത്തതിനാൽ ജയിലർ തല താഴ്ത്തി മിണ്ടാതെ നിന്നോടെ ഭാവിയിൽ ഇത് ആവർത്തിക്കരുതെന്ന് ജഡ്ജി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേസമയം തന്റെ രൂപത്തെ ഒരു പാമ്പ് പോലെ ആക്കണമെന്ന് കരുതിയാണ് നിക്കോ ഇങ്ങനെയെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ 65-ൽ അധികം സ്റ്റിച്ചുകൾ നിക്കോയുടെ ശരീരത്തിലുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം ഓരോ 15 മിനിറ്റിലും പോലീസുകാരൻ നിക്കോയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇതോടൊപ്പം 24 മണിക്കൂറും CCTV നിരീക്ഷണവും ഉണ്ടായിരുന്നു. ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് നിക്കോയ്ക്ക് ജയിലിലെ തടവുകാരോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. നിക്കോ സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിക്കോയുടെ ശിക്ഷയുടെ സമയവും നീട്ടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 2018-ൽ നിക്കോയ്ക്ക് കോടതി 450 വർഷത്തെ ശിക്ഷ വിധിച്ചു. 2018-ൽ നിക്കോ തന്റെ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ 2019-ലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ജയിലിലെ ചുവരുകളിൽ എല്ലാം നിക്കോ സ്വന്തം ചോര കൊണ്ട് എന്തൊക്കെയോ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. ജയിലിലുള്ള സമയത്തെല്ലാം സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. സ്വന്തം യൂറിൻ പോലും നിക്കോ കുടിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ നിക്കോയുടെ മാനസിക നില തകരാറിലാണെന്ന് എല്ലാവരും കരുതി. തുടർന്ന് നിക്കോയുടെ മെന്റൽ ഹെൽത്ത് വീണ്ടും പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് നിക്കോയോട് ചോദിച്ചാൽ താനല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും ഈജിപ്ഷ്യൻ ഗോഡാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുമാണ് നിക്കോ പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഈജിപ്ഷ്യൻ ഗോഡ് ഇല്ല എന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിക്കോ പറയുന്ന കള്ളമാണ് എന്നുമാണ് നിക്കോയെ പരിശോധിച്ച സൈക്യാട്രിസ്റ്റ് വീണ്ടും പറഞ്ഞത്. മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിക്കോ കാരണം 4 നിരപരാധികളുടെ ജീവനാണ് നഷ്ടമായത്. എന്നാൽ വധശിക്ഷ നടപ്പാക്കാൻ കഴിയാത്ത അത്രയും മാനസിക രോഗിയാണ് നിക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറയുന്നത്. തന്നെ വിചാരണ ചെയ്ത സമയത്തും അതിനു മുമ്പും ശേഷവും എല്ലാം താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഈജിപ്ഷ്യൻ ദൈവമായിട്ടുള്ള അപ്പോപ്പീസിനെയാണ് നിക്കോ കുറ്റപ്പെടുത്തിയത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിക്കോ ശരിക്കും മാനസിക രോഗിയാണെന്നാണോ അതോ നിക്കോ അറിവോട് കൂടിയാണോ ഇതെല്ലാം ചെയ്യുന്നതെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.